ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും കണ്ണൂരുള്ളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് കണ്ണൂരിലെ ഇരിട്ടിയിലാണ്. ഇരിട്ടിയിലെ പായം പഞ്ചായത്തിൽ പെരുമ്പടവ് എന്ന സ്ഥലത്തുള്ള ഇരിട്ടി ഇക്കോ പാർക്ക് കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. 2022 ഏപ്രിൽ മാസത്തിലാണ് ഈ ഇക്കോ പാർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഇക്കോ പാർക്കിനെ കുറിച്ച് ഇൻഫർമേഷൻസ് കിട്ടിയപ്പോൾ അത് നമുക്ക് വീഡിയോ ആയി ചെയ്യാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഇവിടത്തേക്ക് വന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളെന്നൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ വരുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താൽ ഓപ്ഷൻസ് ഓളിലാക്കി കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതപ്പോൾ നമ്മൾ അവിടത്തേക്ക് എത്താനായി. എത്തുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിങ്ങിന് കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ. പാർക്കിങ്ങിന് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. നല്ല വലിയ ഏരിയ ആണ്. അവിടെ നമുക്ക് വണ്ടി വെച്ചിട്ട് പോവാം. അവിടെ എഴുതി വെച്ചിട്ട് കാണുന്നുണ്ടോ, പായം ഗ്രാമപഞ്ചായത്ത് ഇരിട്ടി ഇക്കോ പാർക്ക് പെരുമ്പടവ്. ഇനി നമ്മൾ നേരെ അവിടെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ മുതിർന്നവർക്ക് 35 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. അതുപോലെ നമ്മൾ ക്യാമറ വെച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 50 രൂപ അതിന് എക്സ്ട്രാ കൊടുക്കണം. മുന്നേ എൻട്രി ഫീസ് 20ഉം കുട്ടികൾക്ക് 10ഉം അങ്ങനെ ഉണ്ടായത്. ആ സമയത്ത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലുകളും അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ശേഷം ചാർജ് കൂടുതലാക്കിയതാണ്. അപ്പം നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തു. ഇനി നമുക്ക് അകത്തുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പായം ഗ്രാമപഞ്ചായത്തും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടിയിട്ടാണ് ഈ ഒരു ഇക്കോ പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂർ ടൂറിസത്തിൻ്റെ മാപ്പിൽ ഇപ്പോൾ ഈ ഇരിട്ടി ഇക്കോ പാർക്കും ഒരിടം നേടിക്കഴിഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞാനും ഇതറിയുന്നത്. ഇരിട്ടി പുഴയോട് ചേർന്നിട്ട് വനം വകുപ്പിൻ്റെ കയ്യിലുള്ള 10.5 ഏക്കർ ഭൂമിയിലാണ് വിനോദസഞ്ചാരവും അതുപോലെ ജൈവ വൈവിധ്യ സംരക്ഷണവും ലക്ഷ്യമാക്കിയിട്ട് അതിൽ 4.5 ഏക്കറാണ് ഇക്കോ പാർക്കായി മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ മരങ്ങളായിട്ട് നല്ല തണുപ്പും അതുപോലെ തണലും ഉണ്ട്. ഈ കയറുന്ന ഭാഗത്ത് മാത്രമേ കുറച്ച് വെയിൽ ഉള്ളൂ. നമ്മൾ ഉച്ചക്കാണ് അവിടെ എത്തിയത്. എന്നിരുന്നാൽ കൂടിയും ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണലും ഉണ്ട്. നല്ല തണുപ്പുള്ളൊരു സ്ഥലമായിരുന്നു. ചൂടൊന്നും അറിയുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്രമിക്കാനൊക്കെ നല്ല സ്ഥലമാണ്. നല്ല ഗാർഡനെല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മയിൽ, വേഴാമ്പൽ, ആന അങ്ങനെയുള്ളതിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ, കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് മുതിർന്നവർക്കും ആടാനുള്ള ഊഞ്ഞാലുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഉപകരണങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ വലിയ മരങ്ങളുണ്ട്. അപ്പോൾ മരത്തിൻ്റെ മേലെ തന്നെ വലിയ ഊഞ്ഞാൽ, കയറിനെ കൊണ്ടുള്ള തന്നെ വലിയ ഊഞ്ഞാൽ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുതിർന്നവർക്കും ധൈര്യമായിട്ട് ആടാം. പിന്നെ കുട്ടികൾക്ക് കയറി കളിക്കാനുള്ള അങ്ങനെയുള്ള സാധാരണ പാർക്കിലെല്ലാം കാണുന്ന അങ്ങനെയുള്ള ഉപകരണങ്ങളും ഉണ്ട്.
എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സ്ഥലം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല മരങ്ങളും തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ശാന്തത അനുഭവപ്പെടുന്നു. ഒരു മൈൻഡ് റിലാക്സ് ആകുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. 1-2 കഫേകളിലുണ്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഊഞ്ഞാൽ. ഇതെല്ലാം ഒരുപാട് ഊഞ്ഞാലുകളുണ്ട്. അധികം മരത്തിൻ്റെ മേലെയും ഇതേപോലെയുള്ള ഊഞ്ഞാലുകൾ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലെല്ലാം കയറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഗെറ്റ് ടുഗദറെല്ലാം വെക്കുകയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ അങ്ങനെ എൻജോയ് ചെയ്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ നല്ല ഒരു സ്ഥലം തന്നെയാണ്. ഗെറ്റ് ടുഗദറിനൊക്കെ വേണ്ടി ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടെന്ന് കഫേന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലും നല്ലതായിരിക്കും. മാത്രമല്ല ഈ പാർക്കിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വരുന്നത് ഇരിട്ടി പുഴയാണ്. അത് നല്ലൊരു വ്യൂ ആണ്. നല്ല ശാന്തമായിട്ടുള്ള ഒരു ഏരിയ. സൈഡിൽ വനപ്രദേശങ്ങളിലായിട്ട് നല്ല ഒരു വ്യൂ ആണ് അതും കാണാൻ. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇവിടെ പുതിയതായിട്ട് എടുത്ത ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഇത് ഓപ്പൺ സ്റ്റേജാണ്. ഈ ഇക്കോ പാർക്കിൻ്റെ ഓരത്ത് നിൽക്കുന്ന ആ പുഴയും ഈ പാർക്കിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മേലെ കയറിയപ്പോൾ ഉള്ള കാഴ്ചയാണെങ്കിലും താഴെ ഈ കുറേ വനങ്ങളുടെ നടുക്കൂടെ ഈ പുഴ ഒഴുകുന്നത് ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ശാന്തമായിട്ടുള്ള നല്ല മരങ്ങളും പുഴകളും ഒക്കെ ആയിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരു നല്ല സ്ഥലം.
അപ്പോൾ ഇത്രയാണ് ഇരിട്ടി എക്കോ പാർക്കിലുള്ള കാഴ്ചകൾ. ഇരിട്ടി ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാം ആൻഡ് ക്വയറ്റായ ഈ സ്ഥലം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ടൊരു അമ്പലമുണ്ട് കേട്ടോ, നമുക്കതൊന്ന് നോക്കാം. ഇക്കോ പാർക്കിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണിത്. പെരുമ്പറമ്പ് ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം. കൽവിളക്കും അരയാൽത്തറയും ഒക്കെയുള്ള ഒരു ഭംഗിയുള്ള നാടൻ ഗൃഹാതുരത ഉയർത്തുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു ഗ്രൗണ്ടും നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ഭംഗിയും നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം തന്നെയാണിത്.